السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد. ആദരണീയരായ സഹോദരങ്ങളെ, മെയ് മാസം 22-ാം തീയതി ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിനങ്ങളുടെ പവിത്രതയും പ്രാധാന്യവും ആ ദിവസങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനുള്ള ആഹ്വാനവുമാണ് UAE ജുമാ ഖുതുബ. അള്ളാഹുവിനെ ഭയപ്പെടുവാനും വഴിപ്പെടുവാനും അവന്റെ പ്രീതി നേടിയെടുക്കുവാനായി കഠിനാധ്വാനം ചെയ്യുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും നാളേക്കു വേണ്ടി എന്താണ് തയ്യാർ ചെയ്തു വച്ചിരിക്കുന്നതെന്ന് ഓരോരുത്തരും വിചിന്തനം നടത്തുകയും ചെയ്യട്ടെ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. സത്യവിശ്വാസികളെ, ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരവും പരിശുദ്ധവും പാവനവും പവിത്രവുമായ ചില ദിവസങ്ങളെക്കുറിച്ചാണ് ഇന്നു നാം സംസാരിക്കുന്നത്. ആ ദിവസങ്ങൾ വന്നാൽ അനുഗ്രഹങ്ങളുണ്ടാവും, ഐശ്വര്യങ്ങൾ അവതരിക്കും. രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള ധാരാളം സമ്മാനങ്ങൾ നമ്മെ തേടിയെത്തും. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. ആ ദിവസങ്ങളെ അള്ളാഹു മഹത്വപ്പെടുത്തുകയും അതിനു വലിയ സ്ഥാനം നൽകുകയും ചെയ്തു. മാത്രമല്ല, ആ ദിവസങ്ങളെ മുൻനിർത്തി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സത്യം ചെയ്യുകയുമുണ്ടായി. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതവും 10 രാവുകളും തന്നെ സത്യം. ഈ 10 രാവുകൾ എന്നത് ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതേ ദിവസങ്ങളെക്കുറിച്ചു തന്നെയാണ് അറിയപ്പെട്ട ദിനങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞത്. അതിങ്ങനെയാണ്: വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നതിനു വേണ്ടി. അള്ളാഹു വലിയ പവിത്രതയാണ് ഈ ദിവസങ്ങൾക്ക് കൽപ്പിച്ചിരിക്കുന്നത്. പ്രവാചകർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്: മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം. ഈ 10 ദിവസങ്ങളിലേതിനേക്കാൾ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഇഷ്ടപ്പെട്ട പ്രിയങ്കരമായ മറ്റൊരു ദിവസവുമില്ല. അതുകൊണ്ടുതന്നെ യഥാർത്ഥ വിശ്വാസികൾ ഈ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ സാമീപ്യത്തിനായി മത്സരിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ കാരുണ്യം അവർ പ്രതീക്ഷിക്കുകയും അവന്റെ വാതിലിൽ അവർ മുട്ടുകയും ചെയ്യും. എങ്ങനെയാണ് അവരതു ചെയ്യാതിരിക്കുക? ഈ 10 ദിവസങ്ങളിൽ സുപ്രധാനമായ എല്ലാ ആരാധനകളും ഒരുമിച്ചു ചേരുന്നുണ്ട്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ദാനമുണ്ട്, ഹജ്ജുണ്ട്, അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്റുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, തക്ബീറുകളുണ്ട്, പ്രാർത്ഥനയുണ്ട്, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങലുണ്ട്, തൗബയുണ്ട്, പാപമോചന പ്രാർത്ഥനയെന്ന ഇസ്തിഗ്ഫാറുണ്ട്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലുണ്ട്, കുടുംബബന്ധം ചേർക്കലുണ്ട്, എല്ലാ ജനങ്ങൾക്കും ഉപകാരം ചെയ്യലുണ്ട്. ഇവയൊന്നും ഇതുപോലെ മറ്റൊരു സമയത്തും ഒരുമിച്ചു കൂടുന്നില്ല. അതുകൊണ്ട് ഏറ്റവും സൗഭാഗ്യവാൻ ആരാണെന്നു ചോദിച്ചാൽ ഈ 10 ദിവസങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുന്നവനാണ്. ആ സമയങ്ങളെ അള്ളാഹുവിനെ ആരാധിക്കുവാനായി വിനിയോഗിക്കുന്നവനാണ്. ഈ 10 ദിവസങ്ങളിലെ ഒരു നിമിഷം പോലും വൃഥാവിലാക്കാത്തവനാണ്. സത്യവിശ്വാസികളെ, ഒരു വിശ്വാസി ഈ 10 ദിവസത്തെ ഏറ്റവും നന്നായി സ്വീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സത്യസന്ധമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്യലാണ്, പശ്ചാത്തപിച്ചു മടങ്ങലാണ്. നാം നമ്മെ വിചാരണക്കു വിധേയമാക്കണം.
നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കണം. അന്യരിൽ നിന്ന് നാം അന്യായമായി അപഹരിച്ചതെല്ലാം തിരിച്ചു കൊടുക്കണം. പ്രവാചകർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, മൻ കാനത് ഇൻദഹു മദ്ലിമത്തുൻ ലി അഖീഹി ഫൽയതഹല്ലൽഹു മിൻഹാ. നിങ്ങളിൽ ആരുടെയെങ്കിലും കൈവശം തന്റെ സഹോദരന്റെ വല്ല അവകാശങ്ങളും അന്യായമായി വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചുകൊടുത്ത് അവന്റെ പൊരുത്തം നിങ്ങൾ നേടിയെടുക്കണം. അതുകൊണ്ട് ഈ നല്ല സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസിയുടെ മുദ്രാവാക്യം അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക എന്നതും തക്ബീറും തഹ്ലീലും തഹ്മീദും തസ്ബീഹും അധികരിപ്പിക്കുകയും ചെയ്യുക എന്നതാവണം. അതും നമ്മുടെ പ്രവാചകർ നമ്മോട് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ്. പ്രവാചകർ പറഞ്ഞത് ഇങ്ങനെയാണ്, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളെക്കാൾ അള്ളാഹുവിങ്കൽ മഹത്തരവും നാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ മറ്റൊരു സന്ദർഭവുമില്ല. അതുകൊണ്ട് ഫഅക്സിറു ഫീഹിന്ന മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. ഈ 10 ദിവസങ്ങളിലും നിങ്ങൾ ധാരാളമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീലും അല്ലാഹു അക്ബർ എന്ന തക്ബീറും അൽഹംദുലില്ലാഹ് എന്ന തഹ്മീദും അധികരിപ്പിക്കുക. ഇവ ലളിതമായ ചില വാക്കുകളാണ്, പക്ഷേ അള്ളാഹുവിന് അതേറെ മഹത്തരമാണ്. ആ വാക്കുകളെ നാം പറയുമ്പോൾ അള്ളാഹു അവയെ നമ്മിൽ നിന്ന് മലക്കുകളുടെ സന്നിധിയിലേക്ക് ഉയർത്തുകയും ആ വാക്കുകളെ മലക്കുകൾ ആരാണോ അവ പറയുന്നത് അവരുടെ പേരു സഹിതം ആവർത്തിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകർ പറയുന്നത്, ഇന്നല്ലദീ തദ്കുറൂന മിൻ ജലാലില്ലാഹി വതസ്ബീഹിഹി വതഹ്മീദിഹി വതഹ്ലീലിഹി. നിങ്ങൾ ഓരോരുത്തരും പറയുന്ന ഓരോ ദിക്റുകളും തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളുമെല്ലാം അള്ളാഹുവിന്റെ സിംഹാസനത്തെ വലയം വെക്കും. അവയ്ക്ക് തേനീച്ചക്കൂട്ടങ്ങളുടേതുപോലെ ഒരു മുഴക്കമുണ്ടാവും. ആരാണോ അവ ചൊല്ലിയത് അവരുടെ പേരുകൾ അവ ആവർത്തിക്കുന്നുമുണ്ടാകും. അതുകൊണ്ട് പ്രവാചകർ ഓർമ്മപ്പെടുത്തി, അഫലാ യുഹിബ്ബു അഹദുക്കും അല്ലാ യസാല ലഹു ഇൻദല്ലാഹി ശൈഉൻ യുദക്കിറു ബിഹി. നമ്മയൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ചില കാര്യങ്ങൾ എപ്പോഴും അള്ളാഹുവിന്റെ സന്നിധിയിൽ നമുക്കുണ്ടാവുന്നത് നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ സമയങ്ങളിലും നാം ഈ ദിക്റുകൾ ശീലമാക്കുക. പവിത്രമായ ഈ ദിനങ്ങളിൽ ഫർളു നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക. സുന്നത്ത് നിസ്കാരങ്ങളിലും ശ്രദ്ധയുണ്ടാവുക. അങ്ങനെ അള്ളാഹുവിന്റെ പ്രിയം നാം നേടിയെടുക്കുക. ഖുദ്സിയായ ഹദീസിൽ പ്രവാചകർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വമാ തഖറബ ഇലയ്യ അബ്ദീ ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതുഹു അലൈഹി. ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളോളം ഒരടിമയ്ക്ക് എന്റെ സാമീപ്യം നേടിയെടുക്കാൻ പറ്റിയ മറ്റൊന്നുമില്ല. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. എന്റെ ഒരടിമ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് എന്റെ സാമീപ്യം നേടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഏതാനും റക്അത്തുകളെ കുറിച്ച് നാം മറന്നുപോകരുത്. നമ്മുടെ സമയം തക്ബീറ് കൊണ്ടും തസ്ബീഹ് കൊണ്ടും നാം വ്യാപൃതരാക്കുക. അള്ളാഹുവിന്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. കുടുംബബന്ധം ചേർക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമായത് ചെയ്യുക. നമ്മോട് തെറ്റു ചെയ്തവന് വിട്ടുവീഴ്ച ചെയ്യുക. അതിനായി പവിത്രമായ പരിശുദ്ധമായ ഈ ദിനരാത്രങ്ങളെ നാം ഉപയോഗപ്പെടുത്തുക. അവ പെട്ടെന്ന് കഴിഞ്ഞുപോകും. കഴിഞ്ഞുപോയാൽ പിന്നെ അത് നേടിയെടുക്കാനാവില്ല. നാളേക്കു വേണ്ടത് ഇന്നു തന്നെ ഒരുക്കി വെക്കുകയും രോഗകാലത്തേക്കു വേണ്ടത് ആരോഗ്യമുള്ളപ്പോൾ തന്നെ കണ്ടുവെക്കുകയും മരണശേഷമുള്ളതിനു വേണ്ടി ജീവിതകാലത്തു തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ.
ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുന്ന സത്യവിശ്വാസികളെ, ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്, വർണ്ണനാതീതമായ മഹത്വമുണ്ട്. അതുകൊണ്ട് ഈ 10 ദിവസങ്ങളിൽ സാധ്യമാവുന്നത്ര നാം നോമ്പെടുക്കുക. അത് പ്രവാചകരുടെ ചര്യ അനുധാവനം ചെയ്യുന്നതിന്റെ ഭാഗമാണ്. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹിജ്ജയുടെ 9 ദിവസങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു. ദുൽഹിജ്ജ 9 അറഫ ദിവസം നോമ്പെടുക്കാൻ നമുക്ക് പ്രത്യേക ശ്രദ്ധയുണ്ടാവണം. കാരണം അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ആ ദിവസം നോമ്പെടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട്, പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവാചകർ പറയുന്നത് നോക്കൂ. സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു. അറഫ ദിവസത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കാൻ പര്യാപ്തമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അറഫ ദിവസം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന വലിയ സമ്മാനമാണ്, മഹത്തായ ഔദാര്യമാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും തെറ്റുകളും നമുക്ക് പുറത്തു തരികയാണ്. ആ ദിവസം ധാരാളം ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയുമാണ്. പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫ ദിവസം ദുൽഹിജ്ജ 9 അള്ളാഹു നരകമോചനം നൽകുന്ന എത്രയാളുകൾക്ക് മറ്റൊരു ദിവസവും അള്ളാഹു നരകമോചനം നൽകുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ നിമിഷവും നാം പ്രാർത്ഥനയ്ക്കായി ഉപയോഗപ്പെടുത്തുക. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് മഹത്തായ പ്രതിഫലം നേടിയെടുക്കുക. പ്രവാചകർ പറഞ്ഞ മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, ഖൈറുദ് ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും പവിത്രമായ പ്രാർത്ഥന അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ്. എന്നിട്ട് പ്രവാചകർ ഓർമ്മപ്പെടുത്തി, വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകരുമെല്ലാം പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും മഹോന്നതമായത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥനയാണ്. ഏറ്റവും പരിശുദ്ധമായ അറഫ ദിവസത്തിൽ ഈ പ്രാർത്ഥനയെക്കുറിച്ചു പ്രവാചകർ പറഞ്ഞത്, ഇത് ആവർത്തിക്കുക വഴി അള്ളാഹുവിൽ നിന്നുള്ള മഹത്വവും ഔദാര്യവും നേടിയെടുക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് നാം ആരംഭിക്കുക. എങ്കിൽ അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രവാചകർ എന്റെ പിന്നിലുണ്ട്. പ്രവാചകരോടൊപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവുമുണ്ട്. നിസ്കാരശേഷം ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രവാചകർക്ക് സ്വലാത്ത് ചൊല്ലുകയും ചെയ്തു. പിന്നീട് ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. അപ്പോൾ പ്രവാചകർ എന്നോട് പറഞ്ഞു, സൽ തുഅത സൽ തുഅത. അള്ളാഹുവിനെ സ്തുതിക്കുകയും സ്വലാത്ത് ചൊല്ലുകയും ചെയ്ത ശേഷം താങ്കൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് അള്ളാഹു നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, താങ്കൾക്കു നൽകപ്പെടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.